എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ സുനിച്ചേട്ടന് സ്വാഗതം പറയാൻ വന്നിട്ടുണ്ട്. ഇന്ന് സുനിച്ചേട്ടനും സുഖവും കൂടി എനിക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് കാണണം, എല്ലാവരും ഒന്ന് കാണണം അല്ലേ? അതെ. അപ്പൊ സർപ്രൈസ് വേറെ ഒന്നുമല്ല, എന്റെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ ഏട്ടാ. അപ്പൊ ഇന്നലെ ബർത്ത്ഡേക്ക് അച്ഛനും മോനും കൂടി ഭയങ്കര ഒരു കിടിലൻ സർപ്രൈസ് ഒക്കെ റെഡിയാക്കി. അതിന് മാമനെയും മാമിനെയും അമ്മാമനെയും കൂട്ടി വിളിച്ചിട്ട് സെറ്റ് ചെയ്ത് അതെ, കിടിലൻ സർപ്രൈസ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫുൾ വീഡിയോ ഞാനിപ്പോ എല്ലാവർക്കും വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പറയണം. പിന്നെ കുറെ ദിവസമായാലും തോന്നിച്ചേട്ടനും ഇൻട്രോയിലൊക്കെ വന്നിട്ടല്ലേ, നമ്മളെപ്പോഴും ഇപ്പൊ വോയിസ് ഓവർ കൊടുക്കണമായിരുന്നു, ഇൻട്രോയില് വരാറില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ ചേട്ടനാണെങ്കിൽ ഇതേ ഇപ്പൊ മൂവാറ്റിലേക്ക് പോവാൻ റെഡി ആയിക്കണേട്ടാ. ഓണമൊക്കെ എന്തായി? ഞങ്ങളുടെ ഓണം ഞങ്ങള് ഈ പ്രാവശ്യം ഇവിടെയോ ചേട്ടന്റെയോ വീട്ടിൽ വെച്ചല്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ വീഡിയോ പുറകെ വരും കേട്ടാ. അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത് വെച്ചാണ്, ഇതുവരെ നമ്മള് വീഡിയോയിൽ കാണിക്കാത്തൊരു സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഓണം അല്ലേട്ടാ. പിന്നെ പുറത്താണെങ്കിൽ നല്ല തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ചേട്ടന് മൂവാറ്റിന മഴയില്ല. അപ്പൊ ചേട്ടൻ ഇപ്പൊ പോവാൻ പോണേട്ടാ. ചേട്ടൻ ഇനി ഓണത്തിന്റെ അന്നേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ വീട്ടില് ഇന്നിപ്പോ പെയിന്റിങ് നടക്കണ്ട. ഹാളിൽ ഒരു ചെറിയ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ടച്ചപ്പ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം അതിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചിരിക്കണായിരുന്നു. അപ്പൊ നമ്മൾക്ക് എന്തായാലും സമയം കളയാതെ വേഗം തന്നെ നമ്മുടെ സർപ്രൈസ് വീഡിയോയിലോട്ട് പോവാം അല്ലേ? വീതൊരു സൈലന്റ് ആയിട്ടിരിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ വേറെ ആരും തുറക്കുന്നുണ്ടോ? ഞാൻ തന്നെ തുറക്കുന്നു. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് പോവാം അല്ലേ? അപ്പൊ നോക്കി കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ്ട. കേക്കൊക്കെ സുതപ്പൻ വൈകിട്ട് പോയി എല്ലാം സെറ്റ് ആക്കിണ്ടായിരുന്നല്ലേ? അതെ. ഇനി ഇതിലൊരു സംഭവം ഉണ്ട്, അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഞങ്ങൾ പറയാനല്ല, വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കട്ടെ. അതെ. അതപ്പോ ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞാനിപ്പോ സുധുനോട് പറഞ്ഞത് മാമനൊന്നും വിളിച്ചില്ല. ഞാൻ സത്യാവസ്ഥ പറയട്ടെ, രാവിലെ മുതലേ ഞാൻ സ്റ്റാറ്റസ് വെച്ചിരുന്ന ആരും ഇട്ടിട്ടില്ലാന്ന് ഫോൺ എടുക്കാൻ നോക്കിയ ഫോൺ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകിട്ട് എല്ലാവരും നിർത്തി പിടിച്ചിട്ട് സർപ്രൈസ് കൊടുക്കാനല്ലേ നീ എന്തിനാ സ്റ്റാറ്റസ് ചെന്നെ ചീത്ത പറഞ്ഞു. ഇത് 3-4 ദിവസമായി ഞാൻ പ്ലാൻ ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇവരാരുണ്ടോ ഇപ്പൊ എല്ലാവരും ഇട്ട് വെച്ചു, കൊണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചേക്കണം. നോക്കണോട്ടെ, രാവിലെ തുടങ്ങിയില്ലേ, 6 മണിക്ക് തുടങ്ങി. ശ്രുതി വിളിച്ചൊരു 6:30 അപ്പൊ അതിന് ചേച്ചി വന്നേക്കണേട്ടാ, എടിയേ ഒരു സ്റ്റാറ്റസ് ഇട്ട് തരുമോ നിന്റെ ബർത്ത്ഡേ, നിനക്ക് ഈ ഫോട്ടോയില് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചിട്ട്. അത് കഴിഞ്ഞ് എന്റെ ഓഫീസിലെ സാറ് വിളിച്ചേക്കണം. അങ്ങനെ ഒരു വിളിച്ചിട്ടില്ലേ ഫോട്ടോ ചോദിക്കണോ, ഓരോ ഫോട്ടോ പിന്നെ വൈകിട്ടുള്ള നീട്ടത് കലണ്ടറിൽ റൗണ്ട് ചെയ്ത് വെച്ചേക്കണ എന്നോടാ. സുനിച്ചേട്ടൻ വന്നപ്പോ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ട് അതെന്തോ ഇഷ്ടപ്പെട്ടു
ഇട്ടരോടിന്ന് വെച്ച് അതേ ചേട്ടൻ ഓർമ്മ സമയത്ത് ഓർത്ത് ഞാൻ കൊണ്ടാട്ടി എന്നൊക്കെ പറഞ്ഞ ഞാൻ ഇട്ടിട്ട് കുറയ്ക്കട്ടെ. ചേട്ടൻ പക്ഷെ എനിക്ക് വന്നപ്പോ രാവിലെ പറഞ്ഞില്ലെങ്കിലും വന്നപ്പോ തന്നെ എനിക്ക് ഡയറി മിൽക്കൊക്കെ അതൊക്കെ അറിഞ്ഞ് ഞങ്ങൾ വീഡിയോയിൽ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ അത് വന്നില്ല അന്നേരം സുഖപ്പന് ഇപ്പൊ വന്നിട്ട് വാ മിഠായി കഴിക്കാമേ അവൻ അവൻ അച്ഛൻ വന്നില്ല അച്ഛൻ വന്നിട്ട് കഴിക്കാം. പിന്നെ അതല്ല വേറൊരു രസം, അത് എനിക്കൊരു ജാർ കേക്ക് ഒക്കെ മേടിച്ചിട്ടുണ്ടെന്ന് സുഖു ജാർ കേക്ക് ജാർ കേക്ക് മേടിച്ചിട്ടുണ്ടെന്നിട്ട് പൈസ ഇല്ലാത്തോണ്ട് കേക്ക് മുറിക്കണില്ലാന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കേക്ക് മേടിക്കാൻ പൈസ ഇല്ലാത്തോണ്ട് എന്റെ ബർത്ത്ഡേക്ക് ഇവര് അച്ഛനും മോനും കൂടി മേടിച്ചെന്ന കേക്കാണ് ഗൈസ്. അപ്പൊ ഞാനിത് മുറിച്ച് ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ അന്നേ ലാഭം കട്ടിയതളയാ കുഴപ്പമില്ല, കഴിച്ചോ. എങ്ങനെയുണ്ട് മോന് വായരച്ച? അച്ഛനോട് ഇരിക്കുന്നുണ്ട്. സോറി ഗൈസ്, ഷർട്ട് ഇടാത്തോണ്ടാണ് അച്ഛനെ കാണിക്കാറുണ്ട്. അച്ഛനെ കാണിക്കണ്ട, പക്ഷെ അച്ഛൻ ഞാൻ കൊടുത്തിട്ടുണ്ട് ഗൈസ്, കൊടുത്തൊക്കെ ഇട്ടുണ്ട്. അപ്പൊ ബർത്ത്ഡേ പരിപാടി എല്ലാം കഴിഞ്ഞു. അപ്പൊ എന്റെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ ആണ് ഇപ്പൊ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അതൊക്കെ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോ കാണിച്ചുതരാം. അടുക്കളയിലോട്ട് പോകുമ്പോ ഗിഫ്റ്റ് ഒക്കെ എനിക്ക് മാത്രമല്ല, കൂടെ എന്റെ പാർട്ട്ണർ കൂടി കിട്ടിയിട്ടുണ്ട്. രണ്ടുപേർക്കും ഞങ്ങൾ രണ്ടുപേരും ഗിഫ്റ്റ് വന്നാണ് കൂടി. അയ്യോ, എനിക്ക് രണ്ടുപേരും ഗിഫ്റ്റ് വന്നിരിക്കുന്നു. അതെ, പിന്നെ കേക്ക് കേക്ക് കാണുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം എന്താണ് ഒരു വ്യത്യാസം നടത്തിയത്? ആരാണ് ആ ഓക്കെ, ഇതിപ്പോ കണ്ടിട്ട് നിങ്ങൾ കമന്റ് അടി അല്ലേ? ആ അതങ്ങനെ ഉണ്ട്. അതെ, നോക്കിയത് ഇങ്ങനെ അട്ടിയിട്ടടുത്ത് എത്തിയാണ് കേട്ടോ. കേക്ക് മുറി തുടങ്ങാൻ കൂടെയാണ്. അപ്പതേ നമ്മതെ സെക്കൻഡ് ഒച്ചപ്പാട് തുടങ്ങി. സാധാരണ നമ്മള് എപ്പോഴും അവിടെ വെച്ചാണല്ലോ കേക്ക് ഒക്കെ മുറിക്കാറ്. ഇപ്പൊ വീടിന്റെ ഇത് പണി കഴിഞ്ഞായിരുന്നു ഇവിടെ വെച്ചാൽ സ്ഥലം മാറി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ, അപ്പോൾ ഇങ്ങനെ കേക്ക് കൊടുക്കൽ നടന്നുകൊണ്ടിരിക്കണ്ട. കേക്ക് കൊടുക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെക്കനോടുക്കും ആയി. അപ്പൊ അടുത്തതായിട്ട് ഒരു അടുത്ത ട്വിസ്റ്റ് ആണ് വരാൻ. ആ ഒന്നുമില്ല, പിന്നെ നീ അത് പാരന്ററിയുടെ അതല്ല കേട്ടോ, അത് കവറ് മാത്രമേ ഉള്ളു. സുധപ്പന്റെ വക ഡ്രസ്സാണ്. അതെ, അടിയൊക്കെയാണ് കണ്ടത്. അതെ, ആ അതെ. അതെ, ആ
ടോപ്പ്. അതെ. അപ്പൊ സംഭവം എന്ന് വെച്ചാൽ കൊച്ചു ബർത്ത്ഡേ, അങ്ങനെ കേക്ക് മുറിയോടുകൂടി. അതെ. അപ്പൊ നമുക്കിനി അതിനപ്പൊ നമുക്കിത് കേക്ക് മുറിയൊക്കെ കണ്ട് നമുക്ക് കാണാം. അങ്ങനെയാണ് എന്റെ സന്തോഷം. അതെ. അപ്പൊ നമുക്കിനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണാം. സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ഫുഡ് കാര്യങ്ങളൊന്നും ഞാൻ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം തന്നെ ദേ അച്ചുവും മാഷിലും കൂടി പോയിട്ട് മന്തിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടാ. സുനിച്ചേട്ടന് വെജ് ഫ്രൈഡ് റൈസ് ഒക്കെ മേടിച്ച് അങ്ങനെ ദേ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഡ്രസ്സൊക്കെ മാറിയിട്ട് വേഗം തന്നെ ദേ ഞാൻ മന്തിയൊക്കെ എല്ലാവർക്കും എടുക്കാൻ റെഡി ആയിട്ടാ. കാരണം കുറേ സമയം വൈകിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി ചേട്ടനും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മൈത്രേമ്മ ഇല്ലാത്തത്, മൈത്രേമ്മയുടെ അനിയത്തിലെ വീട്ടിൽ പോയേക്കണേ കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ മൈത്രേമ്മനെ കാണാത്തത്. പിന്നെ നമ്മുടെ സഞ്ജു ആണെങ്കിലും ജോലിക്കാരുമായിട്ട് അവനും പുറത്തേക്ക് പോയേക്കാണ്. അപ്പം നമ്മളിതേ ഭക്ഷണമൊക്കെ കഴിക്കാനിരുന്നപ്പോഴേക്കും ചേച്ചിയുടെ കയ്യിലാണ് വേദപ്പൻ ഇരുന്നിരുന്നത് കേട്ടോ. പിന്നെ വേദപ്പൻ ഐസായിട്ട് ഇടയാൻ തുടങ്ങിയപ്പോഴേക്കും ശ്രുതി വേഗം തന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയെങ്കിലും അവൻ മുഴിയിപ്പിക്കാൻ സമ്മതിച്ചില്ല. അതിന് മുമ്പേ അവൻ ഇടഞ്ഞായിരുന്നു. പിന്നെ നമ്മൾ കുറച്ചധികം നേരം കൂടി കഴിഞ്ഞതിന് ശേഷം വേദുവിനെ പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് കറങ്ങി വന്നതിനൊക്കെ ശേഷമാണ് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചത്. അങ്ങനെ ദേ നമ്മുടെ 2 ക്യാമറകൾ തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് സമയം ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് കിടന്നൊക്കെ ഉറങ്ങി വിശേഷമൊക്കെ പറഞ്ഞ് പിന്നെ വെളുപ്പിനായപ്പോഴേക്കും ദൈവം ഞങ്ങളോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് പോണേ കേട്ടോ. അപ്പം നമ്മുടെ ഈ ബർത്ത്ഡേൻ്റെ സർപ്രൈസിങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണോട്ടെ. എനിക്ക് സർപ്രൈസ് തന്ന എൻ്റെ ഫാമിലിക്ക് ഒരുപാട് നന്ദി കേട്ടോ. ദൈവത്തിന് ഒരുപാട് നന്ദി. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറയണോട്ടാ.